ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബ്രദർ ജിയോവിൻ പെല്ലിശ്ശേരി. ഞാൻ ഇപ്പോൾ മെൽബൺ രൂപതയ്ക്ക് വേണ്ടി 4th ഇയർ മൈനർ സെമിനാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഒരു മിസ്സിയോ ടീമിൻ്റെ ഒപ്പം വന്നിട്ട് ശരിക്കൊരു കുടുംബത്തെ പോലെയാണ് ഇത് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ക്ലാസ്സുകളാണെങ്കിലും ഞങ്ങളൊരു ധ്യാനം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ആ ധ്യാനത്തോട് കൂടുതൽ കണക്റ്റീവായിട്ട് കുറച്ചും കൂടി ആ ധ്യാനത്തിൽ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി അധികം അറിവുകൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു. ഇവിടുന്ന് അറിവുകൾ മാത്രമല്ല, ആ അറിവുകൾ ഞങ്ങളെ കൊണ്ട് എക്സ്പീരിയൻസും കൂടി ഞങ്ങൾക്ക് ഇവിടുന്ന് ലഭിച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ കൂട്ടായ്മയെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കൊരു കുടുംബം പോലെയാണ്. ഞങ്ങൾ പരസ്പരം കൂടപ്പിറപ്പുകളെ പോലെയാണ് ഇവിടെ ഈ 6 ദിവസം താമസിച്ചിരുന്നത്. ഒരു നല്ലൊരു ദൈവാനുഭവമായിരുന്നു ഇതിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആരാധനയും വിശുദ്ധ കുർബാനയും ഒക്കെ ശരിക്കൊരു എക്സ്പീരിയൻസ് പോലെയായിരുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബിജു അഗസ്റ്റിൻ, തൊടുപുഴയ്ക്കടുത്ത് മുതലക്കുളം എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ഇവിടെ മിസ്സിയോയുടെ ഫിസിക്കൽ കോഴ്സ് കൂടുവാനായിട്ട് എത്തിയിരിക്കുന്നത്. വളരെ നല്ല അനുഭവമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ജീവിതത്തിൽ വലിയൊരു ദൗത്യത്തിലേക്ക് തുടക്കം കുറിക്കുവാനായിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് തിരിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിച്ചത്. ആ തുടക്കം ഇവിടുന്ന് നമുക്ക് തരുമ്പോൾ മാമോദിസായിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ദൗത്യം ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്നത് സുവിശേഷ പ്രഘോഷണം ആണ് എന്നുള്ള തിരിച്ചറിവ് ബോധ്യം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ കാര്യം. ഇനിയുള്ള ജീവിതത്തിൽ ഞാൻ ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ടും ഈ സുവിശേഷ പ്രഘോഷണം ഏറ്റെടുത്ത് നടത്തുവാനും അനേകം ആളുകളിലേക്ക് സുവിശേഷം എത്തിക്കുവാനും അനേകരെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് പ്രാപ്തരാക്കുവാനും ഒക്കെ സഹായിക്കുവാനായിട്ട് ഞാനും ഉണ്ടാവുമെന്നുള്ള വലിയൊരു ഉറപ്പോടു കൂടിയാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. മിസ്സിയോ ഗ്രൂപ്പിൽ ഇവിടെ ടീമിലുള്ള ഓരോരുത്തരെയും കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒരു തരത്തിലുള്ള വ്യത്യാസം കൂടാതെ എല്ലാവരുമായിട്ട് സമത്വം എന്ന് പറയുന്ന ഒരു അനുഭവം ഇവിടെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് നമുക്കറിയാം, ആ ദൈവിക ജീവൻ അത് തിരിച്ചു കിട്ടിയ അനുഭവമാണ് ശരിക്കും ഇപ്പോഴിവിടെ ആയിരിക്കുമ്പോൾ എനിക്കുള്ളത്. അപ്പോൾ അത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു ആഗ്രഹം. ലോക സുവിശേഷവൽക്കരണം സാധ്യമാക്കണം എന്നുള്ള ഈശോയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാനായിട്ട് എന്നെയും ഒരു ഇൻസ്ട്രുമെൻ്റാക്കി, എൻ്റെ കുടുംബത്തെയും ഒരു ഉപകരണമാക്കി എന്നുള്ള കാര്യത്തിലാണ് എനിക്കും സന്തോഷം. എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഈ മിസ്സിയോ കൂട്ടായ്മയിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം വരാൻ അത്ര ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഇവിടെ വന്നത്. ഹസ്ബൻഡിൻ്റെ നിർബന്ധം കാരണമാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന ആദ്യത്തെ ദിവസങ്ങളിൽ അത്ര അനുഭവമൊന്നും എനിക്കുണ്ടായില്ല. ഇവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള എല്ലാവരുടെയും സഹകരണവും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകുമായിരുന്നു എന്നെനിക്ക് തോന്നി. ഇവിടെ വന്നപ്പോൾ എല്ലാവരും നല്ല സ്നേഹത്തോടും സന്തോഷത്തോടും ഒക്കെയാണ് പെരുമാറിയത്. അപ്പോൾ ഇനി മുന്നോട്ടങ്ങോട്ട് കർത്താവിനെ പ്രഘോഷിച്ചുകൊണ്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബ്രദർ ജോസഫ്. ഞാൻ മെൽബൺ രൂപതയ്ക്ക് വേണ്ടി പഠിക്കുകയാണ്. ഞാനിപ്പോൾ സെമിനാരി ചേർന്നിട്ട് 7 വർഷമായി. ഈ 7 വർഷത്തിൻ്റെ ഇടയ്ക്ക് പിന്നെയും തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് ഞാനിവിടെ മിസ്സിയോ ടീമിൻ്റെ ഭാഗമാകാൻ കാരണം ഞങ്ങൾക്ക് 1 വർഷം പ്രീ ഫിലോസഫി കോഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. ആ കോഴ്സിൽ 1 മാസം മിഷൻ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായി മിഷൻ എന്താണെന്നും മിഷനെക്കുറിച്ച് അറിയുവാനും ക്രിസ്തുവിനെ പ്രഘോഷിക്കാനും വേണ്ടി ഒരു ട്രെയിനിങ് ക്ലാസ്സിലേക്കാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴുണ്ടായ അനുഭവം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ദൈവികമായൊരു അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കുർബാനയായാലും ക്ലാസ് ആയാലും നല്ല നല്ല വചനങ്ങൾ പങ്കുവയ്ക്കുകയും നല്ല നല്ല ബോധ്യങ്ങൾ കിട്ടുകയും അതോടൊപ്പം ഈ മിസ്സിഹ കുടുംബത്തോടൊപ്പം ഒരു കുടുംബമായി പങ്കുചേരുകയും എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ആയിരിക്കുകയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഈ മിസ്സിഹോ കുടുംബത്തിന് ധാരാളം ദൈവാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈശോയ്ക്ക് വേണ്ടി വചനം പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ ആ ഒരു ദൗത്യത്തിലേക്ക് ദൈവം തമ്പുരാൻ നമ്മളെ വിളിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അന്ന, കോട്ടയത്ത് നിന്ന് വരുന്നു. എനിക്ക് ഇവിടുന്ന് മറ്റ് ധ്യാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുമ്പസാരവും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനേക്കാളും എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത് സമർപ്പണമായിരുന്നു. സമർപ്പണത്തിലൂടെ നമ്മുടെ നന്മകളും നമ്മുടെ പോരായ്മകളും എല്ലാം എഴുതി
ഈശോയ്ക്ക് കൊടുത്തപ്പോഴത്തേക്കും ആ ഒരു എംറ്റിനെസ് തോന്നി, എല്ലാം കൊടുത്ത ഒരു ഫീൽ തോന്നി. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഈ മറ്റ് ഇടങ്ങളിൽ നിന്ന് കാണാത്ത പോലെ ഒരു കുടുംബം ആയിട്ടുള്ള മിസ്സിയോ ടീമിൻ്റെ ഒരു കുടുംബമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചും സഹായിച്ചും എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സുകളിലൂടെ കിട്ടിയ ഓരോ ബോധ്യങ്ങളും അതും നല്ല ജീവിതത്തിൽ നല്ലോണം ഹെൽപ്പ് ചെയ്തു. മുന്നോട്ടും അതുപോലെ തന്നെ കേട്ടതെല്ലാം അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത് ജീവിക്കാനും എനിക്ക് സാധിക്കുന്നു, എനിക്ക് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൽബിൻ നെലീഷ് എന്നാണ്. ഞാനൊരു ബ്രദറാണ്, സെമിനാരിയനാണ്. ഞാൻ നാട്ടിൽ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഫാമിലിയെല്ലാം പുറത്ത് ഡബ്ലിനിലാണ് അയർലൻഡിലാണ് സെറ്റിലായിരിക്കുന്നത്. അപ്പോൾ മിസ്സിയോ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഈ കോഴ്സ് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കാരണം ഈശോയുടെ വചന പ്രഘോഷണത്തിൻ്റെയും സുവിശേഷ പ്രഘോഷണത്തിൻ്റെയും അപ്പസ്തോലന്മാരുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെയും നല്ല സ്ട്രക്ചർ ചെയ്തിട്ട് ഡീകൺസ്ട്രക്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് നല്ലോണം പഠിക്കാൻ പറ്റി. ഈശോയെ എങ്ങനെ ഒരാൾക്ക് കൊടുക്കണമെന്ന് ഇച്ചിരിയും കൂടെ നല്ലൊരു ബോധ്യം ക്ലിയർ ആക്കി കിട്ടി. വളരെ നന്നായിട്ട് നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റി. താങ്ക് യു. എൻ്റെ പേര് മരിയ ഫൗസ്റ്റീന. ഈ കോഴ്സിലേക്ക് വന്നിട്ട് മിസ്സിയോ കുടുംബത്തിലേക്ക് വന്നിട്ട് നല്ല അനുഭവങ്ങളായിരുന്നു. തിരുസഭയുടെ സഭാത്മകമായ പഠനമാണ്. പ്രഗത്ഭരായ അച്ഛന്മാർ, പരിചയസമ്പന്നരായ അധ്യാപകർ, ഒരുപാട് അറിവുകൾ കിട്ടി. ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിനേക്കാളും കൂടുതൽ അറിവുകൾ കിട്ടുകയും ഒരു സുവിശേഷമാകാനും മറ്റുള്ളവർക്ക് സുവിശേഷം ഏകാനും ഈ കോഴ്സിലൂടെ പ്രചോദനം ലഭിച്ചു. ഞാൻ നേരത്തെ ഈ കോഴ്സ് കൂടിയ വ്യക്തിയാണ്. ആ കോഴ്സിൽ നിന്ന് ഉൾക്കൊണ്ട മാമോദിസ സ്വീകരിച്ചു. ഈ കോഴ്സിൽ നിന്ന് കിട്ടിയ പ്രചോദനമാണ്. അങ്ങനെ മാമോദിസ സ്വീകരിച്ചതിന് ശേഷം രണ്ടാമത് വന്ന കോഴ്സാണ്. ഒരുപാട് ആത്മീയമായിട്ട് വളരാനായിട്ട് ഈ കൂട്ടായ്മയിലൂടെ സാധിച്ചു. എൻ്റെ പേര് ടോമിൻ. ഞാൻ തൃപ്പൂണിത്തുറ നിന്ന് വരുന്നു. ഞാൻ മെൽബൺ രൂപതയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഒരു ബ്രദറാണ്. ഈ മിഷോ കോഴ്സിൽ വന്നിട്ട് എനിക്ക് നല്ല അനുഭവമാണ്. ആൾക്കാരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പഠിച്ചു. ധൈര്യത്തോടെ സംസാരിക്കാൻ പഠിച്ചു. വചനം എങ്ങനെയാണ് പ്രഘോഷിക്കേണ്ടതെന്ന് പഠിച്ചു. ഇവിടുത്തെ സ്ട്രക്ചർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നു. പിന്നെ ആദ്യത്തെ കുറച്ച് ദിവസം തിയറി ആയിട്ടും അവസാനം എത്തിയപ്പോൾ പ്രാക്ടിക്കലായിട്ടും പഠിച്ചതെല്ലാം യൂസ് ചെയ്യാൻ അവസരം കിട്ടി. അപ്പോൾ നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഇത് യൂസ് ചെയ്യാനും എക്സൈറ്റഡ് ആണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സേറ. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഈ കോഴ്സിന് ആക്ച്വലി ഒട്ടും താല്പര്യമില്ലാണ്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നിന്ന് എല്ലാവരുടെ അടുത്തു നിന്നും കിട്ടിയത്. ഇപ്പം പിന്നെ എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയറും അങ്ങനെ ധൈര്യത്തോടെ ഒന്നും പറയാനുള്ളൊരു ഇതില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കുമ്പസാരം, ഫാദർ അഗസ്റ്റിൻ്റെ കുമ്പസാരം ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായി കുമ്പസാരിക്കാനും അത് കഴിഞ്ഞിട്ട് ഉള്ള നല്ലൊരു ഡിഫറൻസ് എന്നിൽ കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ സമർപ്പണവും നല്ലതായിരുന്നു. നമ്മുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം എഴുതി നമ്മൾ ഈശോയ്ക്ക് ഫുള്ളി നമ്മൾ സറണ്ടർ ചെയ്യണൊരു ഇതുണ്ടായിരുന്നു. അത് നല്ലപോലെ ചെയ്യാനും നമ്മുടെ നെഗറ്റീവ്സ് ഈശോന് കൊടുത്ത് അത് നമുക്ക് അതിലൊരു സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചു. താങ്ക് യു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബ്രദർ ജോയൽ. ഞാൻ മെൽബൺ രൂപതയ്ക്ക് വേണ്ടി വൈദികനാകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ കോഴ്സിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് 1 കൊറിന്തോസ് 9:16 നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. ഇപ്പോൾ ഈ കോഴ്സിന് നമ്മൾ തിയറി മാത്രമല്ല പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതും കൂടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മൾ പല സ്ഥലങ്ങളിലും പോയി എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞു തരും, പക്ഷെ നമുക്ക് അത് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല. പക്ഷെ ഇവിടെ വന്ന് എന്ത് ചെയ്യണമെന്ന് ഒരു ആദ്യത്തെ ഹാഫിൽ പറഞ്ഞു തന്നു, പിന്നെ ഒരു സെക്കൻഡ് ഹാഫിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാക്ടിക്കൽ സൈഡ്. ഇനി ഇത് നമ്മൾ കുറച്ച് പഠിച്ചു, ഇനി അത് വളർത്തിയെടുക്കാനാണ് ആഗ്രഹം. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഇച്ചിരി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടി. പുറത്ത് പോയി സുവിശേഷമൊക്കെ പ്രസംഗിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി.
അപ്പം ആദ്യം ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ചെയ്ത് 1-2 ആൾക്കാരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഫിയറെല്ലാം പോയി, നല്ല ധൈര്യമൊക്കെ വന്നു. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Hello, my name is Brother Amal. ഞാൻ എൻ്റെ ഈ മിസ്സിയോ ടീമിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഒന്ന് സമ്മപ്പ് ചെയ്യുവാണെങ്കിൽ, ഒരു ഫാമിലിയുടെ കൂടെ സുവിശേഷം പ്രഘോഷിക്കുന്ന പോലെയായിരുന്നു. ഇവർ ശരിക്കും എന്നെ കൂടെ ചേർത്ത് പിടിച്ച് എനിക്ക് എങ്ങനെ ലോകത്തിലോട്ട് ധൈര്യത്തോടെ തീക്ഷ്ണതയോടെ ഇറങ്ങി ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കാമെന്ന് ഇവരെന്നെ പഠിപ്പിച്ചു തന്നു. എനിക്കിപ്പം ഇവരോട് വളരെയേറെ സ്നേഹമുണ്ട്. ഇവരൊരു കുടുംബം പോലെയാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഫ്യൂച്ചറിൽ സുവിശേഷം പ്രസംഗിക്കാനുമുള്ള ഒരു ധൈര്യവും തന്നിട്ടുണ്ട്. താങ്ക് യു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൽവിൻ ഷാജി. ഞാനൊരു സെമിനാരിക്കാരനാണ്. എൻ്റെ വീട് മാണിക്യമംഗലത്താണ്. എനിക്ക് മിസ്സിയോ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്നത് ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. ആ ദൈവസ്നേഹം നമ്മിൽ പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ദൈവസ്നേഹമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ദൈവസ്നേഹം നമ്മിൽ നിറയണം. അതിന് നമ്മൾ നമ്മുടെ സഹോദരങ്ങളായി രമ്യത പെടണം. ആ ഒരു കാര്യവും അങ്ങനെ ദൈവസ്നേഹത്തെ വളരുകയും അതിനുശേഷം നമ്മിൽ ദൈവസ്നേഹം നിറഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവസ്നേഹത്തെ വളരാൻ നമുക്ക് പരിശ്രമിക്കുകയും അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ച് അങ്ങനെ നമുക്ക് ആത്മാവിൻ്റെ ശക്തിയോടെ നമുക്ക് മറ്റുള്ളവരിലേക്ക് നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല, കാരണം ദൈവം സ്നേഹമാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. താങ്ക് യു. പിന്നെ കുർബാനയിൽ അച്ഛൻ്റെ ടോക്ക് ഇത്രയും കുർബാനയെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കിട്ടിയിട്ടില്ല. ഇത്രയും ഈ 6 ദിവസങ്ങൾ നന്നായിട്ട് കുർബാന അതിൽ ആ ടോപ്പും എല്ലാം നന്നായിട്ട് ഉൾക്കൊള്ളാൻ പറ്റി. എനിക്ക് മനസ്സിലായ അച്ഛൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് വളരെ ഫ്രീ ആയിട്ടുള്ള ഹലോ ഗൈസ്, എൻ്റെ പേര് ആൽബിൻ എന്നാണ്. ഞാനൊരു സെമിനാരിയനാണ്. നാട് തൊടുപുഴയാണ്. പക്ഷേ കുടുംബം എല്ലാം അയർലൻഡിലാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ എനിക്ക് കിട്ടിയത് ഒരു ഇൻസൈറ്റ് എന്ന് വെച്ചാൽ, ശരിക്കും വചനം എങ്ങനെയാണ് പ്രഘോഷിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഒന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ അത് ഈശോയുടെ മിനിസ്ട്രിയും അപ്പസ്തോലന്മാരുടെ മിനിസ്ട്രിയൊക്കെ ശരിക്കും റിവേഴ്സ് എഞ്ചിനീയർ ഡീകൺസ്ട്രക്ട് ചെയ്ത് ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വെച്ച് തന്നു. അതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതും എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതാണ് എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയൊരു. ഹലോ, എൻ്റെ പേര് ടോമിൻ. എൻ്റെ വീട് തൃപ്പൂണിത്തറ. എനിക്ക് മറ്റുള്ളവരോട് ഈശോനെ പറ്റി പറയാനെന്ന് ആഗ്രഹമുണ്ടായിരുന്നു മുമ്പേ. പക്ഷേ എനിക്ക് ബൈബിളെ പറ്റി പഠിക്കാനും സഭയെ പറ്റി പഠിക്കാനും നല്ല ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് ടു ഡീപ്പ് തിയോളജി ഇല്ലാണ്ട് ആൾക്കാർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ സിമ്പിളായിട്ട് ആദ്യം തൊട്ട് ഇപ്പോൾ വരെ ഒരു ലേ ഔട്ട് കിട്ടിയതിന് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ആൾക്കാരോട് എളുപ്പമായിട്ട് പറയാൻ പറ്റും. എൻ്റെ പേര് ആൽബിൻ ഷാജി. എനിക്ക് ഇവിടെ വന്നപ്പോൾ മിസ്സിയോ ഭവനിൽ വന്നപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എനിക്ക് ആദ്യമേ തന്നെ ദൈവസ്നേഹത്തെക്കുറിച്ച്, ദൈവസ്നേഹവും സഹോദര സ്നേഹവും അത് നമ്മൾ ഒരുമിച്ച് പോകണം എന്നുള്ള കാര്യം കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ദൈവസ്നേഹത്തിൽ നമുക്ക് വിള്ളലുകളുള്ളത് കൊണ്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് അത്രയും സാധിക്കാതെ വരുന്ന എന്ന കാര്യം എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അതിനെ തിരുത്തുവാനും അതേപോലെ തന്നെ ഇനി എനിക്ക് ഇതിനനുസരിച്ച് മുന്നേറുവാൻ സാധിക്കുമെന്നും അതേപോലെ തന്നെ എനിക്കിവിടെ വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും എന്ന ചിന്തയുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇത് വളരെയധികം ആവശ്യമുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് പോകാൻ സാധിച്ചു. അത് എന്നെ സംബന്ധിച്ച് വളരെയധികം നല്ലൊരു അനുഭവമായിരുന്നു. എൻ്റെ പേര് ബ്രദർ അമൽ. എനിക്ക് ഈ മിസ്സിയോ ടീമിൻ്റെ കൂടെ ചേർന്നതിന് ശേഷം ഇവർ
ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് എങ്ങനെ സുവിശേഷം പ്രഘോഷിക്കാമെന്ന് കാണിച്ചു തന്നു അവരുടെ എക്സാമ്പിളിലൂടെ. പിന്നെ എനിക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ വളരെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് ചെല്ലുമ്പം നമുക്ക് എന്തേലും പറയാൻ വേണമല്ലോ. അപ്പോൾ ചിലപ്പോൾ അവരുടെ വ്യക്തിപരമായ സ്ഥിതിയിൽ നമ്മൾ ഇച്ചിരൊക്കെ കൊടുക്കാൻ പറ്റും. എനിക്ക് എൻ്റെ ഈ പാസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് എപ്പോഴും ആരുടെ അടുത്ത് സംസാരിച്ചാലും ഈശോനെ കൊടുക്കണമെന്ന് തന്നെ ആഗ്രഹം. പക്ഷേ ഈ മിസ്സിയോ ടീമിൽ വന്ന് ഈ കോഴ്സ് ചെയ്തതിൻ്റെ ശേഷം നേരത്തെ എനിക്ക് ഒരു സഭയുടെ അടിസ്ഥാനമായിട്ടും വചനത്തിൻ്റെ അടിസ്ഥാനമായിട്ടും കൊടുക്കാൻ പറ്റാഞ്ഞ കാര്യങ്ങൾ ഇനി എനിക്ക് കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടിയുള്ള കുറേ കോണ്ടൻറ്റ് എനിക്ക് ഈ കോഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ബ്രദർ ജോയൽ ഒലിക്കൽ. ഞാൻ ഈ കോഴ്സിൽ വന്നു കഴിഞ്ഞിപ്പം ഒരാഴ്ചയായി. ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പേടിയൊക്കെ കുറേ മാറി, ആൾക്കാരോട് സംസാരിക്കാൻ ഉള്ള പേടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ മാറി. പിന്നെ എനിക്ക് കിട്ടിയ കുറച്ച് ബോധ്യങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത കാര്യം, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരും ചെയ്യത്തില്ല. അത് കാരണം ദൈവം എന്നെയും കൊണ്ട് കുറച്ച് കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരും ചെയ്യാനില്ല. അപ്പം അതിനെ ഫോളോ ചെയ്ത് ഇനിയിപ്പം ലൈഫ് ലോങ് ലേണിംഗ് എന്നുള്ളൊരു കാര്യം കൂടെ ഇവിടെ പഠിപ്പിച്ചായിരുന്നു. അപ്പം ലൈഫ് ലോങ് ലേണിങ്ങിലൂടെ പഠിച്ചുകൊണ്ടിരുന്ന എനിക്ക് കിട്ടിയ ബോധ്യം, ഇനിയും ബോധ്യങ്ങൾ കിട്ടാനുണ്ട്. അതെല്ലാം കിട്ടുകയും കൊടുക്കുകയും ചെയ്യണമെന്നാണ്. ഹലോ, ഞാൻ ബ്രദർ ജിയോവിൻ. എനിക്ക് ഇവിടെ ഈ മിസ്സിയോ വൈബിൻ്റെ ഈ ടീമിൽ മിസ്സിയോ ഭവനിൽ വന്നപ്പോൾ എനിക്ക് ഉണ്ടായത്, എനിക്ക് കുറേ പേർക്ക് ഈശോയിലേക്ക് കുറേ പേരിനെ അടുപ്പിക്കാനും അതുപോലെ തന്നെ ഈശോനെ പറ്റി കുറേ പേരോട് പറയാനും എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പലപ്പോഴും എനിക്കത് എങ്ങനെ പറയണം, എന്ത് പറഞ്ഞ് തുടങ്ങണം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു എങ്ങനെയൊക്കെ അത് പറയേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് അത് പറയേണ്ടത്, എങ്ങനെയൊക്കെ ഒരാൾക്ക് ഈശോനെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും, സുവിശേഷ പ്രഘോഷണത്തെ പറ്റി മറ്റുള്ളവരെയൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അതുപോലെ എനിക്കുള്ളൊരു കാര്യം, എനിക്ക് സ്റ്റേജ് ഫിയർ കൂടുതലാണ്. പക്ഷേ ഇന്നലെ നമ്മൾ രാത്രി നടത്തിയ ആ പ്രോഗ്രാമിൽ എനിക്കറിയില്ല, എൻ്റെ ഉള്ളിൽ നിന്നൊരു നിനക്ക് പറ്റുന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ തോന്നണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് എനിക്ക് ഹോംലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ അതിനർത്ഥം എനിക്ക് ഇവിടെ ശരിക്കും എൻ്റെ ഒരു വീട് എന്നുള്ള രീതിയിലുള്ള ഒരു ഫ്രീഡം എനിക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പോൾ എന്നിൽ കുറേ വളർച്ച എനിക്ക് ഇവിടെ വന്നപ്പോൾ സാധ്യമായിന്ന് തോന്നുന്നു. എൻ്റെ പേര് ജോസഫ്. നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് മുറിവൈദ്യൻ ആളെ കൊല്ലും എന്നുള്ളത്. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് അറിവ് മാത്രമേ ഉള്ളൂ എല്ലാത്തിനെക്കുറിച്ചും. അപ്പോൾ അതുകൊണ്ട് തട്ടിമുട്ടി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ വരികയും അതിന് ഇന്നൊരർത്ഥത്തിൽ അതിനേക്കാളും ഡീപ്പായിട്ട് കുറച്ചും കൂടെ കാര്യങ്ങളുണ്ടെന്ന് അറിയുകയും ചെയ്യുകയും, പ്രത്യേകിച്ച് ഞാനും അല്പം എല്ലാത്തിലും ഉൾവലിയുന്ന ഒരാളാണ്. ഏതൊരു അവസരം കിട്ടിയാലും ഞാൻ ഒന്നും ഉപയോഗിക്കാറില്ല. ഇങ്ങനെ മാക്സിമം പുറകോട്ട് വലിഞ്ഞിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നലെ പ്രത്യേകിച്ച് ഈ ഔട്ട്റീച്ച് പ്രോഗ്രാമിന് പോവുകയും എനിക്ക് ആദ്യമേ ഒരു ഭയം ഉണ്ടായിരുന്നു, എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്ത് പറയണമെന്ന്. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും ശക്തി പ്രാപിക്കുമെന്നത് പറഞ്ഞ പോലെ ഈ മിസ്സിയോ കുടുംബത്തിൻ്റെ ഒരു പ്രചോദനവും ഒരു സ്നേഹവും, പ്രത്യേകിച്ച് ഇവരെല്ലാവരും ദൈവത്തിൻ്റെ ഫിക്സഡ് അസറ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്രയും എൻ്റെ ജീവിതത്തിൽ ഇവിടെ വന്നതിന് ശേഷം മാറ്റം ഉണ്ടായിട്ടുണ്ട്. വളരെ സന്തോഷം ഈ ഒരു ക്ലാസ് കൂടാൻ സാധിച്ചതിൽ. എൻ്റെ പേര് അന്ന, ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. എനിക്ക് കുറേ വിശ്വാസം പറയണം, പ്രഘോഷിക്കണമെന്നും സുവിശേഷം പ്രഘോഷിക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ കുറേ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടിൽ നിൽക്കാൻ. പക്ഷേ എനിക്ക് എന്താ പറയണ്ടേ, എങ്ങനെ പറയണ്ടേ, ഒരു ഫോമാറ്റോ എന്തൊക്കെയാണ് പറയേണ്ടത്, വചനം കൂട്ടി പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നും അറിയത്തില്ല എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. അപ്പം അത് തന്നെ കിട്ടി. എന്നാൽ എങ്ങനെ പറയണം, ഓരോ ഇതിൻ്റെ കാര്യത്തിലൂടെ കൂടെ ഇടയ്ക്കായിട്ട് വചനം കൂട്ടി പറയാനും അനുഭവത്തിലൂടെ പറയാനും, അത് കുറേ പേർക്ക് അനുഭവത്തിലൂടെ പറഞ്ഞപ്പം കുറേ മനസ്സിലാവും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഈ സമർപ്പണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു പേപ്പറിൽ നമ്മുടെ നല്ല കാര്യവും പിന്നെ നമ്മൾക്ക് മാറ്റേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയായിരുന്നു. അപ്പോൾ ഈ മാറ്റേണ്ട കാര്യങ്ങൾ എഴുതിയപ്പോൾ എനിക്ക് കുറേ അങ്ങ് എഴുതി ഈശോയ്ക്ക് കൊടുക്കാൻ നല്ലോണം പറ്റി. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ രാത്രി 6 ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയിലത്തെ
മ്യൂസിക് നൈറ്റിൽ എനിക്ക് MC ആവാൻ ഭയങ്കര പേടിയാണ്. ഒന്നും ചെയ്യത്തില്ല. പാട്ട് പാടാൻ അറിയാമെങ്കിൽ പാട്ട് പാടിപ്പോവും, അത്രേ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇവിടെ വന്നിട്ട് എന്തും ചെയ്യാൻ ഒരു ഫ്രീഡം കിട്ടി. കാരണം ശരിക്കും ആ ഫാമിലി പോലെ തോന്നി. അതല്ല ഞാൻ ഒട്ടും ചെയ്യത്തില്ല ഇതുവരെ. ആ ഒരു ഫ്രീഡം കിട്ടിയോണ്ട് ഫ്രണ്ട് അപ്പോൾ തന്നെ വന്ന് പറയുന്നു, പെട്ടെന്ന് പോന്നു. കുറച്ച് കാര്യമുള്ളതിലും ആ ഒരു ഫ്രീഡത്തോടെ MC ഒക്കെ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടി. എൻ്റെ പേര് സേറ, ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. എനിക്ക് സുവിശേഷം പ്രഘോഷിക്കണമെന്നറിയാം, പക്ഷേ എനിക്കൊരു ആഗ്രഹമോ അങ്ങനെ ഞാൻ ചെയ്യണമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഈശോയെക്കുറിച്ച് എല്ലാവരോടും പറയണം. ഇപ്പം ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും നമ്മളായി പറ്റുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ കുറേ നഷ്ടപ്പെടുത്തിയെങ്കിലും ഇനി ഈശോയെ പറ്റി പറയണം എന്നുള്ളൊരു ബോധ്യം കിട്ടി. അതെങ്ങനെ പറയണം, എന്ത് പറയണം എന്നൊക്കെ ക്ലിയറായിട്ട് ഇപ്പം മനസ്സിലായി. പിന്നെ കുറേ പേടിയും കുറേ കാര്യങ്ങളൊക്കെ മാറി കുറച്ചും കൂടി ധൈര്യത്തോടെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. അതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേര് മരിയ ഫൗസീന. ഞാൻ ഒരു ഹിന്ദു സമുദായത്തിൽ നിന്ന് ഞാൻ അവിചാരിതമായിട്ടാണ് ഈ മിസ്സിയോ കൂട്ടായ്മയിലേക്ക് എത്തുന്നത്. യേശുവിനെ പറ്റി ചെറുതായിട്ടൊക്കെ അറിയാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ക്ലാസ്സിലേക്ക് എത്തിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ സാധിച്ചു. ഞാൻ ആദ്യം ക്ലാസ് കൂടിയപ്പോൾ മാമോദിസ സ്വീകരിക്കാതെയാണ് ക്ലാസ് കൂടിയത്. മാമോദിസ ഞാൻ ഈ മിസ്സിയോ കൂട്ടായ്മയിലേക്ക് വന്ന് എനിക്ക് അവിടെ നിന്നാണ് ഈ മാമോദിസയുടെ കാര്യങ്ങൾ കിട്ടുന്നത്. ഈ സുവിശേഷമാണ് ജീവിതം. സുവിശേഷമായി മറ്റുള്ളവർക്ക് സുവിശേഷം പകരണം എന്നൊരു യാഥാർത്ഥ്യ ബോധ്യം ലഭിച്ചു. ഉള്ളിൽ അന്തർലീനമായിട്ട് കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. ആ കഴിവുകൾ ഈ ഒരു കോഴ്സിലൂടെ എന്നിൽ നിന്ന് ഉണർത്താനായിട്ട് സാധിച്ചു. യേശുവാണ് ഏകദൈവമെന്നും ആ ഏകസത്യദൈവത്തെ എങ്ങനെ പ്രഘോഷിക്കണമെന്നും ആ ഏകസത്യദൈവം, ആ നീതിസൂര്യൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെ പ്രകാശിക്കും, എങ്ങനെ സുവിശേഷമാകും എന്നൊരു വലിയൊരു സത്യം എനിക്ക് ഈ കൂട്ടായ്മയിൽ നിന്ന് ലഭിച്ചു. കൂട്ടായ്മയിലെ ഐക്യങ്ങൾ, കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഊഷ്മളമായ ബന്ധങ്ങളോടെ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മയാണ്. പിന്നെ കുഞ്ഞിലെയൊക്കെ ചെറുതായിട്ട് എഴുതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വീട്ടിലാരും ഇത് കാരണം എഴുത്തൊക്കെ നിർത്തി. ഞാൻ എന്നേക്കുമായിട്ട് എഴുതില്ല എന്നും പറഞ്ഞ് പേനയും പേപ്പറും ഉപേക്ഷിച്ച് ഞാൻ കലാലോകത്തൊക്കെ ഒന്ന് വിടവാങ്ങിയ സമയങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് എനിക്ക് ഒന്ന് ഉണർന്ന് കിട്ടി. അതിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ജെസ്സി ബിജു, തൊടുപുഴയിൽ നിന്ന് വരുന്നു. എനിക്ക് ഈ മിസ്സിയോ കുടുംബത്തിലോട്ട് വന്നാൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് കുറേ ധ്യാനങ്ങളും ബൈബിൾ കൺവെൻഷനൊക്കെ ഒത്തിരി പോയിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് കുറച്ച് കൈകോട്ട് പ്രാർത്ഥനയും കുറച്ച് ബൈബിൾ വചനപ്രഘോഷണമൊക്കെ ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു വ്യക്തി ശരിക്കും സുവിശേഷം പ്രഘോഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പേര് ബിജു അഗസ്റ്റിൻ. ഞാൻ തൊടുപുഴയ്ക്കടുത്ത് മുതലക്കോടത്താണ് താമസിക്കുന്നത്. ഞാൻ ഈ മിസ്സിയോയിലെ ഈ പ്രോഗ്രാമിൽ വരുന്നതിന് മുമ്പ് എൻ്റെ ദൗത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. സുവിശേഷ പ്രഘോഷണം ആണ് എന്നെ കർത്തവ്യമെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോകുന്ന വഴികളിലൊക്കെ സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഈശോയെ പ്രഘോഷിക്കുവാനായിട്ട് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഒരു അടുക്കും ചിട്ടയോടുകൂടി എങ്ങനെയാണ് വചന പ്രഘോഷണം നടത്തേണ്ടത്, അതിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് നല്ല രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ ചെയ്യുവാനായിട്ട് പറ്റിയൊരു വേദിയാണ്, പഠിക്കാനൊരു വേദിയാണ്, മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട്. ഇത് വചനപ്രഘോഷകരെ പഠിക്കാനും അതുപോലെ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനുമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാനായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ്, അതിനുള്ള ഒരു വേദിയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അറിവോടെ തന്നെയാണ് ഇവിടെ എത്തിയത്. ഇനി അങ്ങോട്ട് മുന്നോട്ട് ശക്തമായിട്ട് പോകണം. ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എനിക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇവരുടെയൊക്കെ സഹായത്തോടെ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഇതിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന എവിടെ വരെ എത്താനായിട്ടും നമുക്ക് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. എനിക്ക് നല്ല സന്തോഷം. ഏതായാലും പൗലോസ് ശ്ലീഹ തിമോത്തിയോട് പറഞ്ഞത് 2 തിമോത്തി 2:2
എന്നിൽ നിന്ന് നീ കേട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക എന്നാണ്. അതിൻ്റെ വെളിച്ചത്തിൽ ഉണ്ടാക്കിയ ആ കോഴ്സ് പോള് ശരിക്കും അതിന് പറ്റിയ ആൾക്കാരുടെ കരങ്ങളിലോട്ട് ഇങ്ങനെ എത്തുന്നത് കാണുമ്പോൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും സുവിശേഷം എത്താനുള്ള നല്ലൊരു അവസരമാണ് ഇതെന്നുള്ളത് നിങ്ങളുടെ ഈ പാർട്ടിസിപ്പൻസിൻ്റെയൊക്കെ ആ ക്വാളിറ്റിയും ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൊണ്ട് എനിക്ക് നല്ലോണം മനസ്സിലായി. തമ്പുരാന് സ്തുതി. എല്ലാവർക്കും എല്ലാ ആശംസകളും. ഈ ഒരു ബാച്ച് എന്നെ സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ ബാച്ചായിരുന്നു നിങ്ങളെല്ലാവരും. ഇതിനു മുമ്പ് വന്നിരുന്നവരും നിങ്ങളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നിങ്ങളൊരു ബോധ്യത്തോടു കൂടി വന്നിരിക്കുന്നവരാണ്. ആ ബോധ്യത്തിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും ഉയരുകയും ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അന്ന് മൺഡേ നിങ്ങളെ കാണുമ്പോൾ ഉള്ള കുട്ടികളല്ല ഇന്ന് നിങ്ങൾ. അപ്പോൾ ഒത്തിരി വ്യത്യാസം നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും അതുപോലെ ഇടപെടലിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ആകുവാനായിട്ടൊരു പ്രധാന കാരണം നമുക്ക് എന്തിനാ ഒരു ഇത് വേണമല്ലോ. നമ്മളുടെ ടോമിച്ചൻ തന്നെയാണ് ഇതിലേക്ക് വരാൻ സഹായിച്ചത്, ഇതിൽ നിലനിന്ന് പോകാൻ സഹായിച്ചത്. വരാമെന്ന് പേരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആലിസാൻഡിയുടെ സ്നേഹം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഈ ടീമിൽ വീണ്ടും തുടർന്ന് പോകണം എന്നാണ് എനിക്ക് ആഗ്രഹം. കൂടുതലും ആഴത്തിലും കൂടുതൽ ബോധ്യത്തോടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ഇതും ഒരു സുവിശേഷ പ്രഘോഷണമാണല്ലോ. പ്രഘോഷണം നമുക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഫോർമാറ്റിൽ പോകാനാണ് എനിക്ക് ആഗ്രഹം. അത് കൂടുതലും ആത്മാർത്ഥതയോടെയും കൂടുതലും കൃത്യതയോടെയും ചെയ്യാനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും കൂടി ഞാൻ നിങ്ങളോട് യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെയൊക്കെ ആയിരിക്കാനായിട്ട് സാധിച്ചതിൽ. പ്രത്യേകിച്ച് പുരോഹിതരാകാനായിരിക്കും പഠിക്കാനിരിക്കുന്ന പിള്ളേരെ കാണാനും അവരുടെ കൂടെ കൂടാനും നിങ്ങളെ കുറേ പറഞ്ഞു തരാനൊക്കെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. മുമ്പോട്ട് ഇതുപോലെ നല്ല ആക്റ്റീവായിട്ടുള്ള പിള്ളേരാണ്. നമ്മൾ കണ്ടതിൽ അങ്ങനെ താരതമ്യപ്പെടുത്താൻ പറയാൻ പറ്റത്തില്ല. എന്നാലും ഒത്തിരി ആക്റ്റീവായിട്ടും നിങ്ങൾ ഇന്നലെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി ചെയ്തതിലൊക്കെ ഒത്തിരി സന്തോഷം. ഈശോ തൻ്റെ ജീവിതകാലത്ത് 12 ശിഷ്യന്മാരാണ് എടുത്തത്. അവരെ പരിശീലിപ്പിച്ച് 3 വർഷം കൊണ്ട് അവരെ പരിശീലിപ്പിച്ചു. ഇവിടെ 2025 ഈ ജൂലൈ മാസം ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ 12 ശിഷ്യന്മാരെ ദൈവം തിരഞ്ഞെടുത്തു ഈ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ ഇന്ന് നോക്കിയപ്പോഴാണ് കറക്റ്റ് 12 ആണല്ലോ ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ. അപ്പം ഒത്തിരി നന്നായിട്ട് ഈശോ 3 വർഷം കൊണ്ട് കൊടുത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരാഴ്ച കൊണ്ട് പൂർത്തീകരണം ചെയ്തു. അതിൽ വളരെ തീക്ഷ്ണതയുള്ളവരായ മിഷണറിമാരായിട്ട് കാണുന്നതിൽ ഒത്തിരി സന്തോഷം. നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ഓസ്ട്രേലിയയിലും മറ്റ് ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇതൊരു വലിയ അസറ്റായിട്ട് ഇതൊരു പ്രചോദനമായിട്ട് തീരും. ബാക്കി ഇവിടെയുള്ള എല്ലാവരും നിങ്ങൾ മാതാവിൻ്റെ മക്കളായ നിങ്ങളും ആ ശിഷ്യന്മാരുടെ കൂടെ അതേപോലെ തന്നെ സഹായിച്ചുകൊണ്ടിരുന്ന മാതാവും അതുപോലെ തന്നെ മറിയവും ഒക്കെ മാർത്തായും ഒക്കെ കർത്താവിൻ്റെ ശിഷ്യന്മാരായി കുടുംബത്തിലെല്ലാവരും ഉണ്ട്. ആ കുടുംബത്തിൽ ഒരേ കുടുംബം പോലെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും. മിസ്സിയോയ്ക്ക് എല്ലാ ടീമംഗങ്ങൾക്കും എല്ലാം പ്രത്യേക അനുമോദനങ്ങൾ പ്രത്യേകം അർപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാമിൽ കൂടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ടീമംഗങ്ങളാണ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നൊരു ചിന്തയുണ്ട്. ഈ യൂറോപ്പ് അവിടെയൊക്കെ മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്ത്യൻ നാമധാരികളാണ്. മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്നല്ലോ. പക്ഷേ ഇപ്പം ക്രിസ്ത്യൻ നാമധാരികളാണെങ്കിലും അവർ ഒരു ക്രൈസ്തവരല്ല. അങ്ങനെ ഒരു പ്രാക്ടീസ് അവർക്കില്ല. പള്ളിയായിട്ടൊരു ബന്ധമില്ല. പള്ളികൾ ഇപ്പം സിറ്റിയിൽ ഞങ്ങൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ കണ്ടു. സിറ്റിയിലൊക്കെ കണ്ടമാനം ആൾക്കാരെ കണ്ടു. പക്ഷേ അതെല്ലാം ടൂറിസ്റ്റുകളാണ്. പലയിടത്തും പള്ളികൾ ഓപ്പറ ഹൗസൊക്കെ ആയിട്ട് മാറിയിരിക്കുന്നു. വല്ലാത്തൊരു വിഷമമാണ് നമ്മൾ ആലോചിക്കുമ്പോൾ. കാരണം അവിടുത്തെ പള്ളികളും അവിടുത്തെ പഴയ സംസ്കാരവും ബിൽഡിങ്ങും ഒക്കെ കാണുമ്പം
നമുക്കൊരുപാട് പിന്നെ താല്പര്യവും സന്തോഷമൊക്കെ തോന്നും. പക്ഷേ ഇങ്ങനൊരു ഫെയ്റ്റ് വന്നതിൽ നമുക്ക് വല്ലാത്തൊരു വിഷമമാണ്. അപ്പോൾ അതിനൊരു റിവൈവൽ, അതായത് ഒരു റീഇവാഞ്ചലൈസേഷൻ വളരെ അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരെ നമ്മൾ ഇവാഞ്ചലൈസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മുടെ സ്വന്തം ആൾക്കാരെ ഇവാഞ്ചലൈസ് ചെയ്യണമെന്ന്. അപ്പോൾ അതിന് വളരെ ഇൻസ്ട്രുമെൻ്റലായിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് വന്നതെന്ന് എനിക്കൊരു ഒരു 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 ഉൾവിളി തോന്നുന്നു. കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റും. ഇതൊരു സ്പാർക്കാണ്, ദാറ്റ് വിൽ സ്പ്രെഡ്. എല്ലായിടത്തും അത് കത്തിപ്പടരും, അതിന് യാതൊരു സംശയവുമില്ല. ഇതൊക്കെ ഒരു 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 കാലഘട്ടത്തിലൂടെ സൈക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ അയക്കാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും. നിങ്ങളുടെ ആ വൈബ്രൻസ് ആ യൂത്തിൻ്റെ കൂടെ ആകുമ്പോൾ ഞങ്ങളും വൈബ്രൻ്റ് യൂത്തായി പോകുന്നു. താങ്ക് യു സോ മച്ച്. ശംശേഖ് സ്ഥിതിയായിരിക്കട്ടെ. ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ ഗ്രൂപ്പിലായിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ലോക സുവിശേഷവൽക്കരണത്തിന് സഭയാണ് ഉണരേണ്ടത്, നമ്മൾ ഓരോരുത്തരുമാണ്. സഭ എങ്ങനെ ഉണരണം, എങ്ങനെയാണ് മാറേണ്ടതെന്നുള്ളത് തിരിച്ചറിയാനായിട്ടുള്ള വലിയൊരു ബോധ്യം ഈ കോഴ്സിലൂടെ ലഭിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന് സഭയെ നയിക്കുമ്പോൾ സഭയ്ക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. അങ്ങനെ ഒരു പുതിയ കാഴ്ചപ്പാടോടെ ഉണർന്ന ഒരു സമൂഹത്തിന് രൂപം കൊടുക്കുവാനായിട്ട് ഈ മിസിയോ കോഴ്സിന് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. പരസ്പരം പങ്കുവെച്ചും പരസ്പരം തെറ്റുകൾ തിരുത്തിയും പരസ്പരം സഹായിച്ചും പരസ്പരം വളർത്തിയും നല്ല ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിക്കൊണ്ട് എല്ലാവരിലും ഈശോയെ കാണുവാനും ഈശോയെ അനുഭവിക്കുവാനും ഈശോയെ പകർന്നു കൊടുക്കുവാനായിട്ട് ഓരോരുത്തരെയും സജ്ജരാക്കുന്ന ഈ കോഴ്സ് എല്ലാവരിലും എത്തിക്കുക എന്നുള്ള ദൗത്യം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് എല്ലാവരെയും പ്രാപ്തരാക്കുന്നു. അതാണ് 2 തിമോത്തി 2:2 വചനം പറയുന്നത്. അനേകം സാക്ഷികളുടെ മുമ്പിൽ വച്ച് നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. അങ്ങനെ ഏറ്റവും ഫലപ്രദമായിട്ട് അത് ചെയ്യാൻ കഴിവുള്ള ആ ഒരു യൂത്തിനെ തന്നെയാണ് ഈ ബാച്ചിലേക്ക് ദൈവം തിരഞ്ഞെടുത്തേക്കുന്നത്. അത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി തന്നെയാണ്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് ഈ സുവിശേഷവൽക്കരണം നമ്മുടെ എല്ലാവരുടെയും കൈകളിലൂടെ, പ്രത്യേകിച്ച് നിങ്ങൾ ബ്രദേഴ്സായിട്ടുള്ള 7 പേര് അതിന് ഏറ്റവും ഇൻസ്ട്രുമെൻ്റലായി എന്നുള്ളത് വളരെ സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ്. പരിശുദ്ധ അമ്മ നമ്മളെ എല്ലാവരെയും സഹായിക്കും. നമുക്ക് അമ്മയുടെ മധ്യസ്ഥം തേടിക്കൊണ്ട് ഈ കോഴ്സിലേക്ക് മാക്സിമം എല്ലാവരും ഇത് അറിയട്ടെ. കാരണം ഈശോയെ അനുഭവിക്കുവാനായിട്ടുള്ള അവസരം നല്ല ബോധ്യത്തോടെ സ്വാതന്ത്ര്യത്തോടെ ക്രൈസ്തവ ജീവിതം ജീവിക്കുവാനായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുവാനായിട്ട് ഉപകരിക്കുന്ന തരത്തിൽ എല്ലാവരിലേക്കും ഇത് എത്തിക്കുവാനായിട്ടുള്ള തീഷ്ണത നമുക്കെല്ലാവർക്കും പകർന്നു തന്നുകൊണ്ട് നമ്മളെ ലോകത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ അത് ആണ് നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യം. സുവിശേഷ പ്രഘോഷണം നടത്തുമ്പോഴത്തേക്ക് ലോകം മുഴുവൻ സുവിശേഷവൽക്കരിക്കപ്പെട്ട് സഭ ഉണർന്ന് ആ നിറവിൽ, പരിശുദ്ധാത്മ നിറവിൽ നമ്മളെല്ലാവരും മുന്നോട്ട് പോകാനായിട്ട് ദൈവം തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. ആമേൻ. എനിക്കുള്ള സന്തോഷം പ്രത്യേകിച്ചും ഇവരെല്ലാം പറഞ്ഞതുപോലെ യൂത്തിൻ്റെ കൂടെ ഇത്രയും ദിവസം അതൊരു വലിയ സന്തോഷമായിരുന്നു. നിങ്ങളൊക്കെ നല്ല മിടുക്കന്മാരായിട്ടുള്ള വൈദികരാകാൻ വേണ്ടിയിട്ടുള്ളവരാണ്. പിന്നെ നമ്മുടെ തന്നെ ബ്രദേഴ്സിൻ്റെ കൂടെ 2 കുഞ്ഞു സിസ്റ്റേഴ്സിനെയും കിട്ടി, പിന്നെ ഒരു കപ്പിളിനെയും കിട്ടി. പിന്നെ നമ്മുടെ മരിയ കൂടുതൽ എനർജിയോടെ ഇവിടെ വന്നു, അതും വേറൊരു വലിയ കാര്യം. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലൊക്കെ വളരെ എന്താ പറയുക, നല്ലൊരു പ്രസാദത്തോടു കൂടിയാണ് നമ്മുടെ മരിയ നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഈ ഒരു ബാച്ച് വളരെ നല്ലതായിരുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളൊക്കെ പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. നമ്മൾ വേറൊന്നും അവകാശപ്പെടാനൊന്നുമില്ല. തമ്പുരാൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് ഒന്ന് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോലും അത്ഭുതം തോന്നുന്ന വിധത്തിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. അത്രേ ഉള്ളൂ. അതിന് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെൻ്റലായാൽ മാത്രം നമ്മൾ വിട്ടുകൊടുത്താൽ മാത്രം മതി. തമ്പുരാനിന്ന് വിട്ടുകൊടുത്താൽ മാത്രം മതി.
അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാകട്ടെ. ശാരീരിക അസ്വസ്ഥത ഉണ്ടാവും, മറ്റ് പല വിധത്തിലുള്ള അസ്വസ്ഥതകളുണ്ടാവും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മൾ കർമ്മം ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാ ആശംസകളും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏതായാലും മെൽബൺ രൂപതയിലെ ബ്രദേഴ്സ് എല്ലാവരും ഇവിടെ വരാനിടയാക്കി ലോറൻസിനെ ഒത്തിരി സന്തോഷത്തോടെയും ശരിക്കും ശരി. ഓക്കെ, ലോറൻസിന് ഒത്തിരി ഒത്തിരി നന്ദി. എന്നാൽ ദൈവത്തെ അറിഞ്ഞപ്പോൾ, ഞാൻ ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിലേക്ക് തിരികെ ഇവർക്കെല്ലാം നമുക്ക് വളരാം. നീ എന്തിനെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശു ആണില്ല. കർത്താവ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഋജുവീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ വെച്ച് യൂദാസിന്റെ ഭവനത്തിൽ താർസുസനായ സാവൂളിനെ അന്വേഷിക്കുക. ഇത് അവനിതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അനനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരനായ സാവൂൾ, മാർഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിന് നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനു വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. ഉടൻ തന്നെ ചെറുമ്പല് പോലെ അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി. സാവൂൾ വഴിയിൽ വെച്ച് കർത്താവിനെ ദർശിച്ചതും അവിടുന്ന് അവനോട് സംസാരിച്ചതും ദമാസ്കസിൽ വെച്ച് യേശുവിന്റെ നാമത്തിൽ അവൻ ധൈര്യപൂർവ്വം പ്രസംഗിച്ചതും ബർന്നബാസ് അവരെ വിവരിച്ച് കേൾപ്പിച്ചു. ആകയാൽ യേശു കർത്താവാണ് എന്ന് അവരെ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും.